കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് വെണ്ടയ്ക്ക പാല് പിഴിഞ്ഞ കറി. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഇപ്പോൾ നോയമ്പ് സമയമാണ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലൊക്കെ, അപ്പോൾ കുറച്ച് പേരെങ്കിലും നോയമ്പെടുക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കറിയാണിത്. ശരിക്കും ഒരു നോൺ വെജ് ഇല്ലാത്തൊരു കുറവ് അറിയില്ല നമ്മൾ ഈ ഒരു കറി കൂട്ടുവാണെങ്കിൽ, അത്രയും ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെ, അപ്പം, ബ്രെഡ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെയും വളരെ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു കറിയും കൂടിയാണിത്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 14 വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലത്തെ വെള്ളം എല്ലാം തന്നെ ഒപ്പിയെടുത്തതിന് ശേഷമാണ് ഇതേപോലത്തെ നീളത്തിലുള്ള കഷ്ണങ്ങൾ ഓരോ മീഡിയം സൈസ്ഡ് വെണ്ടയ്ക്കയും 3-4 പീസാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതിലോട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റി തുടങ്ങുമ്പം അത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും, അല്ലെങ്കിൽ ഒട്ടിലുണ്ടാവും. അപ്പം വെള്ളം മാക്സിമം ഉപ്പി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവില്ല. അപ്പം അങ്ങനെ 10 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ട് വറുത്ത് കോരിയെടുക്കാൻ പോകുന്നത്. ഈ ഡീപ് ഫ്രൈ ചെയ്യാൻ അത്രയും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വെണ്ടയ്ക്ക പെട്ടെന്ന് വേവുകയും ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഏകദേശം 6-7 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇതിന്റെ പാകമാകുമ്പം ഏകദേശം ചെറുതായിട്ട് കളർ ഇതേപോലെ മാറി ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കും, കരിയിക്കാനൊന്നും പാടില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതൊരു ടിഷ്യൂലോട്ട് കോരി മാറ്റി വെക്കാം. അപ്പൊ അതിൽ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ എടുത്തോളും. പിന്നീട് നമ്മൾ ഇതേ ഓയിലിൽ തന്നെയാണ് അടുത്ത സ്റ്റെപ്പും ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കി എണ്ണയിൽ ചെയ്താലും മതി. അപ്പൊ ആ ചൂടായ എണ്ണയിലോട്ട് തന്നെ ഞാൻ 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഒരു മീഡിയം സൈസ്ഡ് സവോള നീളത്തിൽ അരിഞ്ഞത് തന്നെയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്യുന്നത്, അതായത് വെണ്ടയ്ക്ക മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഇപ്പോൾ കുറച്ച് എണ്ണ ഇട്ടാൽ മതി, ഒരുപാട് വേണ്ട. പിന്നെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പൊ ഈ ഒരു റെസിപ്പിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ചില്ലി പൗഡർ ചേർക്കരുത്, അതായത് മുളക് പൊടി കൂടുതലാകരുത്, മല്ലിപ്പൊടി ആയിരിക്കണം കൂടുതൽ നിൽക്കുന്നത്. വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുക. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഗരം മസാല ചേർക്കുന്ന ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. കാരണം ഗരം മസാല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ ഒരു റെസിപ്പിയിൽ. അതൊരു 1/2 ടീസ്പൂണിൽ കൂടുതലും പാടില്ല, കാരണം ഒരുപാട് മസാല ഉണ്ടെങ്കിൽ ഒരു കുത്തൽ വരും, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 5-6 മിനിറ്റ് എടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്താൽ മാത്രമായിരിക്കും ആ ഒരു പച്ചമണം മാറിക്കിട്ടാം. അങ്ങനെ നന്നായിട്ട് ആ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ ഒരു ചെറിയൊരു ടൊമാറ്റോ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ തക്കാളി കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് അതിലോട്ട് കുറച്ച് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പം വിനീഗറിൻ്റെ കണക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലവർക്ക് കൂടുതൽ പുളി വേണം, ചിലർക്ക് കുറവ് പുളി മതി. ഏതായാലും ഒരു ചെറിയ ടീസ്പൂൺ വിനീഗർ ആദ്യം ഒഴിച്ചു നോക്കാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും ചേർക്കാം. വേണമെങ്കിൽ 1 അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇനി ഇതിലോട്ട് നമുക്ക്
തേങ്ങാപ്പാലിന്റെ രണ്ടാം പാല്, അതായത് കട്ടി ഉറഞ്ഞ തേങ്ങാപ്പാൽ ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഇത് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പം ഈ ഒരു തേങ്ങാപ്പാൽ കുറച്ചൊന്ന് കട്ടീന് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ കൂടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. എന്നാലും ഒരുപാട് കൂടി പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് കുറുക്കി അങ്ങോട്ട് എടുക്കാം. അത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആകും. ഇതേപോലെ വന്നു കഴിയുമ്പം നമുക്ക് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണിത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പാല് പിഴിഞ്ഞ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബ്രെഡ്, ചപ്പാത്തി, അപ്പം ഇതെല്ലാത്തിൻ്റെ കൂടെയും ഈ ഒരു കറി ഈസി ആയിട്ട് പോകും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.